അതിൻ്റെ വേഴ്സസ് 1 and 2 ആരെങ്കിലും വായിക്കാം. യെസ്. ആമേൻ, ആമേൻ. Praise the Lord. മതി. താങ്ക് യു. Praise the Lord. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ നമ്മൾ നിരവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളൊരു വേദഭാഗമാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം. അതിൻ്റെ 37-ാം അധ്യായം. We might have heard many sermons from the book of Ezekiel, especially from chapter 37, 37-ാം അധ്യായം. ദർശന താഴ്വരയാണ് അവിടെ നമുക്ക് ആ ഭാഗത്തിൽ കാണുവാൻ കഴിയുന്നത്. ദർശന താഴ്വര. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ കൈ. The hand of God came upon me. The hand of God came upon prophet Ezekiel. The hand of God came upon Ezekiel. Hallelujah. ദൈവത്തിൻ്റെ കരം എസെക്കിയേലിൻ്റെ മേൽ വന്നു. Praise the Lord. ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടി, ഒരു പ്രത്യേക ദർശനത്തിന് വേണ്ടി തന്നെ ദൈവം ഒരുക്കുകയാണ്. തൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം വന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവികമായ പദ്ധതിക്ക് വേണ്ടി നമ്മളെ ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കട്ടെ. May God use our children, youngsters and each and every one of us for His divine purpose. Hallelujah. We are called by God. We are selected by God. We are children of God. We accepted Jesus as our Lord and Savior. കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചു. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്തു. അങ്ങനെയുള്ള നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായ പദ്ധതികളുണ്ട്. God has His own plans about our life. All the children, please be attentive. Please sit straight and please be attentive for the next couple of minutes. I mean, God has a purpose about our life. ദൈവത്തിന് നമ്മളെക്കുറിച്ച് പദ്ധതിയുണ്ട്. അപ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മെ സമർപ്പിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ at the right time the hand of God will come upon us. Praise the Lord. At the right time, when the time comes, surely the Spirit of God will start guiding us. നമ്മളെക്കുറിച്ചുള്ള ദൈവം നമ്മളെ ഉപയോഗിക്കാനുള്ള പ്രത്യേക ചില പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള സമയമാകുമ്പോൾ കർത്താവിൻ്റെ കരം നമ്മുടെ മേൽ വരും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കാൻ തുടങ്ങും. പുതിയ നിയമത്തിൽ ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പ്രേരണ നൽകാൻ തുടങ്ങും. അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പ്രേരണ നൽകി തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഗിൽഗാൽ പെന്തക്കോസ്റ്റ് അസംബ്ലി 3 ചർച്ചുകളുണ്ട്. 3ാമത്തെ ചർച്ച് ലിങ്കൺ ചർച്ചാണ്. ആ ലിങ്കൺ ചർച്ച് അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ ഒരു ഭയങ്കരമായ ഭാരം നൽകി പുതിയൊരു പ്രവർത്തനം, പുതിയൊരു ചർച്ച് പ്ലാന്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് ഭാരം നൽകി. അങ്ങനെ ചില നാളുകൾ ആ വിഷയത്തിന് വേണ്ടി എവിടെ എന്ത് എങ്ങനെ ഒന്നും അറിയത്തില്ല പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ആത്മാവ് അവിടേക്ക് നയിക്കാനിടയായിത്തീർന്നത്. ചില ദിവസങ്ങൾ പ്രത്യേകാൽ ആ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നപ്പോൾ ദൈവാത്മാവ് അതിനുവേണ്ടി കണക്ട് ചെയ്യാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. സ്തോത്രം. വ്യക്തികളിലേക്ക് ദൈവം നയിക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ പ്രോംപ്റ്റ് ചെയ്ത് തുടങ്ങും. ദൈവാത്മാവ് പ്രാർത്ഥിക്കാൻ നമുക്ക് ഗൈഡൻസ് തരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. അടുത്ത ഭാഗം വായിക്കുന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. അപ്പോൾ തന്നെ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ ആത്മാവത്രേ ജീവിപ്പിക്കുന്നത്. സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പുറപ്പെടുവിക്കുകയാണ്. ദൈവാത്മാവ് പുറപ്പെടുവിക്കുകയാ. ഹല്ലേലൂയ. ആമേൻ. And shall verse 1. Yeah. The hand of the Lord was upon me and carried me out in the spirit of the Lord. ദൈവാത്മാവ് ഇങ്ങനെ പുറപ്പെടുവിക്കുകയാ. എവിടേക്കാണ് പുറപ്പെടുവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ ഒരു താഴ്വരയിലേക്ക്. Hallelujah. And set me down in the midst of the valley which was full of bones.
എവിടേക്ക് പുറപ്പെടുവിക്കണമെന്നും എവിടെ നമ്മളെ കൊണ്ട് നിർത്തണമെന്നും ദൈവത്തിന് നന്നായിട്ട് അറിയാം. സംടൈംസ് വി മേ നോട്ട് നോ വേർ ടു ഗോ. Hallelujah. Where to settle, we do not know. But God has a certain definite plan about our lives, about our family, about our children. ദൈവത്തിന് അറിയാം നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്, എവിടെയാ നമ്മളെ നിർത്തേണ്ടത്. അങ്ങനെയുള്ള ദൈവിക പദ്ധതി പ്രകാരം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. സ്തോത്രം. 2025 ഫെബ്രുവരി 16th സൺഡേ നമ്മൾ ഈ യുണൈറ്റഡ് കിങ്ഡത്തിൽ ഇവിടെ ആയിരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ഡെഫിനറ്റ് ആയിട്ടുള്ള പ്ലാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ആമേൻ. ഇറ്റ്സ് നോട്ട് ബൈ ആക്സിഡന്റ്, ഇറ്റ്സ് ദ പ്ലാൻ ഓഫ് ഗോഡ്. ഇറ്റ്സ് ദ പ്ലാൻ ഓഫ് ഗോഡ്. സോ ദൈവത്തിൻ്റെ ആത്മാവ് ദർശനത്തിൽ തൻ്റെ ദാസനായ യെഹെസ്കേലിനെ ഒരു അസ്ഥിത്താഴ്വരയിലേക്ക് പുറപ്പെടുവിച്ചു കൊണ്ടുപോയി. അപ്പോൾ നമ്മളെ പുറപ്പെടുവിക്കുന്ന ദൈവം, സ്തോത്രം, ദൈവത്തിന് അറിയാം എവിടേക്ക് നമ്മളെ കൊണ്ടുപോകണം. ദൈവത്തിന് അറിയാം നമ്മളെ എവിടെ നിർത്തണമെന്ന്. ദൈവത്തിന് അറിയാം നമ്മളെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന്. God knows how to use our life for His glory. Hallelujah. Amen. God knows how to make us a vessel for His name's glory and honor. Hallelujah. ദൈവത്തിന് അറിയാം. He knows. അപ്പോൾ ആമേൻ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയെന്നാണ് എഴുതിയിരിക്കുന്നത്. That was literally ദൈവാത്മാവ് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഇത് ദർശനത്തിലാണെങ്കിൽ സ്തോത്രം, ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് ലിറ്ററലി എടുത്തുകൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് എടുത്തുകൊണ്ടുപോയി. ഫിലിപ്പോസ് ശമരിയയിൽ ശക്തമായി ശുശ്രൂഷ ചെയ്യുകയാണ്. ശമരിയിൽ എത്തപ്പെടാൻ കാരണമായതൊരു പെർസിക്യൂഷനാണ്, ഒരു പീഡ പുറപ്പെട്ടപ്പോഴാണ് ചിതറിപ്പോയിട്ട്. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരല്ലാത്തവരെല്ലാം ചിതറിപ്പോയിട്ട് പല പല സ്ഥലങ്ങളിലേക്ക് പോയി. അങ്ങനെ ഫിലിപ്പോസ് ശമരിയിലെത്തി. ശമരിയിൽ ഒരു വലിയ ഉണർവ് നടന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവുള്ളവൻ, യഥാർത്ഥമായി പരിശുദ്ധാത്മാവുള്ളവൻ ചെല്ലുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. If you are filled with the Holy Spirit, if you are guided by the Holy Spirit, then surely God will do something great. When you step into a place, when you step into a family, God will bless that place, bless that family. Hallelujah. നമ്മൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടുവാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു പ്രവൃത്തി, ഒരു അനുഗ്രഹം ദൈവം പകരും, നിശ്ചയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി എന്ന് ഭാഗമായി. അതിനു മുമ്പ് ശമരിയിലേക്ക് കൊണ്ടുവരികയാണ്. ശമരിയിൽ ഒരു വലിയ റിവൈവൽ നടന്നു. God used the man of God Philip for a revival at Samaria. Which place? Samaria. God sent Philip to Samaria for a revival. ആ റിവൈവൽ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയൊരു കൂട്ടം ആളുകൾ കർത്താവിൽ വിശ്വസിച്ചു. ഒത്തിരി പേര് സൗഖ്യമായി, ഒത്തിരി ഭൂതങ്ങൾ പോയി. അവിടെ വലിയ ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ the Spirit of the Lord is telling to Philip, go to the wilderness of Gaza. ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകണം. നിർജ്ജന പ്രദേശം. വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ വിൽഡർനെസ്? നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ആരും ഇല്ല. ഒത്തിരി ആളുകളുള്ളൊരു കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ പറയുക, നീ അവിടുന്ന് പോകണമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞാൽ നമ്മൾ നിശ്ചയമായും അനുസരിക്കണം. ആമേൻ. നിർജ്ജന പ്രദേശത്തേക്ക് ഫിലിപ്പോസ് ചെല്ലുകയാണ്. ഫിലിപ്പോസ് ചെല്ലുമ്പോൾ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനായ ഒരു വ്യക്തി അവിടെ വരികയാണ്, രഥത്തിൽ വരികയാണ്. He was in a chariot traveling, hallelujah, from Jerusalem to Ethiopia. He was traveling, and on the way Philip was there. Philip was standing there waiting for him by the guidance of the Spirit of God. ദൈവാത്മാവിനാൽ ഫിലിപ്പോസ് അവിടെ ആ ഷണ്ണനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഷണ്ണൻ രഥത്തിന് പിന്നാലെ നടക്കുകയാണ്. എല്ലാം ആത്മനിയോഗത്തോടെയാ. We had to do everything according to the guidance of the Spirit of God. All those who are led by the Spirit of God are children of God. If you are not guided or led by the Spirit of God, then you are not a child of God.
How many of you can understand that? If you are guided by your flesh, then you are not a child of God. If you are guided by your selfish motives and desires, then you are not a child of God. If you are guided by the Spirit of God, then you are a child of God. Hallelujah. All those who are led by the Spirit of God are children of God. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ. Hallelujah. Praise the Lord. ആത്മാവിനും ജഡത്തിനും തമ്മിൽ പോരാട്ടമുണ്ട്. The spirit is against the flesh. The fleshly desires, the carnal desires. Once we were under that bondage, the bondage of sin, the bondage of carnal desires. But the Spirit of the Lord, amen, delivered us through the blood of Jesus Christ from that bondage. Now we are not under that curse. Now we are not under that bondage. Now we are the children of God. Hallelujah. We are not guided by the fleshly desires, the carnal desires. We are guided by we must be guided by the Spirit of God. Amen. Hallelujah. We have to surrender ourselves to the Spirit of God. Then the Spirit of God will start leading and guiding us. Submit our desires to the Lord. Submit our thoughts to the Lord. Submit everything to the Lord. Submit our body, soul, and spirit unto the Lord, and seek His guidance and tell Him, God, guide me, speak to me, lead me. Lord, guide me. Where should I go? Amen. What should I do? What should I tell? What should not I tell? Where should not I go? What should I watch? What should not I watch? Hallelujah. Amen. Where should I spend my time? What should I do? Amen. All through the day. Guide me, lead me. Hallelujah. Praise the Lord. Amen. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടണം. Hallelujah. If you're not able to, follow the paths of God, just pray. God, help me to get rid of all this kind of garbage. Amen. Lord, help me, guide me to, get rid of all this kind of mess, and help me to be cleansed by the blood of Jesus, and help me to lead a holy life, victorious life for your glory. Hallelujah. ദൈവത്തോട് പറയണം, കർത്താവേ, എന്നെ സഹായിക്കണേ, എനിക്ക് കൃപ തരണേ, എനിക്ക് മെസ്സായിട്ടുള്ള ജീവിതം വേണ്ട, എനിക്ക് കർത്താവായ യേശുവിൻ രക്തത്താൽ കഴുകപ്പെട്ട ഒരു വിശുദ്ധ ജീവിതമാണ് വേണ്ടത്. എനിക്ക് വേണ്ടത് ഈ ലോകപ്രകാരമുള്ളതല്ല, എനിക്ക് വേണ്ടത് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണെന്ന് ദൈവത്തോട് പറയാൻ നമ്മൾ തയ്യാറാകണം. കർത്താവിനോട് പറയണം, I need you more than anything else. I love you more than anything else. I need to experience your love and presence in my life. Hallelujah. I love you, Lord, more than anything. I want to experience your love and your presence in my life. കർത്താവിനോട് പറയണം, കർത്താവ് എനിക്ക് അങ്ങേ വേണം. Open your mouth and say to the Lord. You are speaking to the Father in heaven. You are speaking to your Redeemer. You are speaking to your Lord, not someone else's Lord. You are speaking to your Lord. He is your Lord. Hallelujah. He is your heavenly Father. He is my heavenly Father. He is my Redeemer. He is my Lord. So I can speak to Him. I can approach the throne of grace with confidence in the name of Jesus, because I'm redeemed by the blood of Jesus. I am a child of God. ഞാനൊരു ദൈവ പൈതല. എനിക്ക് കർത്താവിന്റെ സന്നിധിയിലോട്ട് with boldness I can approach the throne of grace, because I am approaching not in my name, in the name of Jesus. Hallelujah. I'm approaching the Heavenly Father in the name of Jesus. Just go to His presence. Share your heart, share your thoughts, share your worries, share your problems, share your anxieties, share your, what all struggles you are facing. Your father, your mother, your brother may not be knowing that, your pastor may not be knowing that, your family members may not be knowing that. You share with Jesus. He knows everything. Hallelujah. The word of God says the friendship of the Lord is with those who fear Him. If you want to experience His friendship, go into His presence. Go to His presence. Approach Him. Approach His presence with confidence. I urge all the youngsters, all the brothers, all the sisters, go to His presence. All the children, go to the presence of God in prayer. You all have to pray.
Nobody is exempted from prayer. All the children have to pray. All the youngsters, they have to pray. All the brothers have to pray. All the pastors, they have to pray. Everyone have to pray because we are children of God. എല്ലാവരും പ്രാർത്ഥിക്കണം. പാസ്റ്ററിന് ഒഴിവില്ല, ആമേൻ, ഹല്ലേലൂയ. പാസ്റ്ററിന്റെ ഭാര്യയ്ക്ക് ഒഴിവില്ല, ബ്രദേഴ്സിന് ഒഴിവില്ല, സിസ്റ്റേഴ്സിന് ഒഴിവില്ല, കുഞ്ഞുങ്ങൾക്ക് ഒഴിവില്ല. All have to pray. Hallelujah. Everyone. Doesn't matter who you are, in what position you are placed by God. It doesn't matter whether you're busy or not. It doesn't matter. You have to pray. If you are a child of God, you have to pray. പ്രാർത്ഥിച്ചിരിക്കണം. ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷനാണ് പ്രയർ. പ്രാർത്ഥനയില്ലാത്ത ജീവിതം നയിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, സ്റ്റോപ്പ് യുവർ ഹാബിറ്റ്സ് ആൻഡ് ടേൺ ടു ഗോഡ്. നിങ്ങളുടെ ജീവിത ശൈലികൾക്ക് മാറ്റം വരുത്തിയിട്ട് തമ്പുരാനോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. ഇല്ലെങ്കിൽ പിശാച് നിങ്ങളെ എടുത്തിട്ട് പന്ത് കളിക്കും. ഹല്ലേലൂയ. Oh, we have an enemy. നമുക്കൊരു ശത്രുവുണ്ട്. Whether you accept it or not, you have an enemy. If you are not submitting your life to the Lord, then the enemy will take your life and use it for his purpose. Hallelujah. ആമേൻ, ആമേൻ. നമുക്കൊരു ശത്രുവുണ്ട്. അത് പിശാചാണ്. നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പിശാച് നമ്മളെ കരങ്ങളിൽ എടുത്തിട്ട് തൻ്റെ ഇഷ്ടങ്ങൾ നമ്മിൽ, ആമേൻ, ഇമ്പോസ് ചെയ്യും. Satan will impose his desires in our life and we will act according to his wish. No, we should not be like that. ഹല്ലേലൂയ. പിശാചിന്റെ കയ്യിലെ ആയുധമായിട്ടല്ല, ദൈവത്തിന്റെ കരങ്ങളിലെ ആയുധമായി നമ്മൾ മാറ്റപ്പെടണം. ഹല്ലേലൂയ. ആമേൻ. പിശാചിന്റെ കരങ്ങളിൽ നമ്മളെ വിട്ടുകൊടുക്കരുത്. When Satan says the things which are against the word of God, hallelujah, ദൈവവചനത്തിന് വിരോധമായി ആമേൻ കാര്യങ്ങളെ പിശാച് നിന്റെ ഉള്ളത്തിൽ കൊണ്ടുവന്നിടുമ്പോൾ, you must ആമേൻ be alerted. അല്ലെങ്കിൽ ആമേൻ you must sense that in your life. You must sense that. Yes, it's not from God. It's not from God. This desire is not from God. This desire is not from God. This word is not from God. This plan is not from God. Oh, I have to get rid of all this. Hallelujah. Hallelujah. I must live a holy life. ഞാൻ കർത്താവിന് ഇഷ്ടമുള്ളൊരു ജീവിതം നയിക്കണം. പിശാചിന്റെ പദ്ധതിയായത്, പിശാചിന്റെ ചിന്തയായത്, ഇത് ദൈവത്തിൻ്റെതല്ല, ഇത് ദൈവികമല്ല, ഇത് വചനത്തിലുള്ളതല്ല, ഇത് വചനത്തിനെതിരാണ് എന്ന് തോന്നിയാൽ at the right moment നിർത്തിക്കോണം. ഹല്ലേലൂയ. Praise the Lord. Hallelujah. ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ നടത്തപ്പെടുന്നില്ലെങ്കിൽ നിത്യത അവകാശമാക്കാൻ നമുക്ക് കഴിയത്തില്ല. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നില്ലെങ്കിൽ നിത്യത അവകാശമാക്കുവാൻ കഴിയത്തില്ല. You may be able to attain certain things in this world. The world may honor you. You may be able to, when you are guided by your flesh, your own flesh, the world may honor you. The world may give you something. The world may give you some positions, but it will not lead you to heaven until and unless you are guided by the Spirit of God. ദൈവാത്മ നിയോഗത്തോടെ, ശക്തമായ ദൈവിക നിയോഗത്തിൽ ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ നമ്മൾ എന്ത് നേടിയെന്ന് പറഞ്ഞാലും അത് നിന്നെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നതല്ലെന്ന് മനസ്സിലാക്കണം. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടാത്തിടത്തോളം കാലം നിത്യത അവകാശമാക്കുവാൻ കഴിയത്തില്ല. നമ്മൾ ഉണരേണ്ട സമയമായി. നമ്മൾ പിശാചിന്റെ കയ്യിലാണോ അതോ ദൈവകരങ്ങളിലാണോ എന്ന് നമ്മെ തന്നെ പരിശോധിക്കണം. We have to examine our thoughts. We have to examine our lives, whether we are used by Satan or whether we are used by God. We have to examine ourselves. Hallelujah. നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുക. Hallelujah. നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുക. നമ്മൾ ദൈവ ഇഷ്ടപ്രകാരമാണോ ജീവിക്കുന്നത്? Am I in the will of God? Am I in the plan of God? Am I in the center of God's will? ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ കേന്ദ്രത്തിലാണോ നിൽക്കുന്നത്, അതോ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുകയും പിശാചിൻ്റെ ഇഷ്ടങ്ങളെ നിവർത്തിക്കുകയും ചെയ്യുകയാണോ? ആമേൻ. നമ്മൾ പരിശോധിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഫിലിപ്പോസിനോട് പറയുകയാണ്, you just go to the wilderness that leads to Gaza. And ഫിലിപ്പോസ് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. ആമേൻ. പുള്ളിക്കാരന് മറ്റൊന്നും വിഷയമല്ല. ഹല്ലേലൂയ. ഫിലിപ്പോസിനോട് പറഞ്ഞു പോകാൻ. ഫിലിപ്പോസ് എഴുന്നേറ്റു, ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോയി. അവിടെ ഷണ്ണൻ കൃത്യസമയത്ത് വന്നു. ഹല്ലേലൂയ. ഷണ്ണന്റെ രഥത്തിന് പിന്നാലെ നടക്കുമ്പോൾ ഹല്ലേലൂയ താൻ കേൾക്കുന്നൊരു ശബ്ദമുണ്ട്. He is hearing the word of God from the book of Isaiah. ഹല്ലേലൂയ.
ഷണ്ണൻ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഷണ്ണൻ ഇങ്ങനെ വായിക്കുന്നുണ്ട് അല്ലേ, നമ്മളും പലപ്പോഴും അങ്ങനെ ബൈബിളൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും എല്ലാം ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. ആമേൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ ബൈബിൾ മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒത്തിരി സാധ്യതകളുണ്ട്. ഹല്ലേലൂയ, ഒത്തിരി സാധ്യതകളുണ്ട്. വി ആർ യൂസിങ് all those possibilities, Google and everything for this and that and all those purposes, but we are not using to study the word of God. Hallelujah. Amen. We have many sources, we have many things, and amen, we are hearing so many sermons from different servants of God. നമ്മൾ ഒത്തിരി പാസ്റ്റർമാരുന്ന് ഒത്തിരി പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് വേദഭാഗങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പലതും പഠിച്ചത് ദൈവദാസന്മാരുടെ മെസ്സേജുകളിലൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പ സമയങ്ങളിൽ വിശ്വാസത്തിൽ വന്ന സമയം, ചെറുപ്പത്തിലല്ല ഒരു യങ് ഏജിലാണ് ഞാൻ വിശ്വാസത്തിൽ വന്ന സമയം തൊട്ട് ദൈവവചനം ഓരോരുത്തരും പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കും. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് എന്തുവാ ഇവർ പറയുന്നത്, ആ വലിയ ആഗ്രഹമുള്ളത് കൊണ്ടാണ് പലതും പഠിച്ചത്. If you have a desire, God will help you to understand the word of God, because it is written by the guidance and inspiration of the Holy Spirit, and the Holy Spirit will help you to understand the word of God. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. The Holy Spirit will help us. The author of this Bible, the author of this book, the Bible is alive. മറ്റു പുസ്തകങ്ങളിലൊക്കെ അവൻ എഴുത്തുകാർ ഒരു പക്ഷെ മരിച്ചു പോയവരായിരിക്കാൻ ജീവിച്ചിരിക്കും, whatever it is, but I can say with assurance that the one who wrote this book, hallelujah, I mean, how many of you believe that the word of God is the inspired word of God, the Holy Spirit inspired? 40 എഴുത്തുകാർ 1600 വർഷങ്ങൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാം കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാം കണക്റ്റഡ് ആണ്. 1 2 3 എല്ലാം കണക്റ്റഡ്, ഒരു മാല പോലെ കണക്റ്റഡ് ആയിട്ട് കിടക്കും. ഇതെങ്ങനെ സംഭവിച്ചു? 40 എഴുത്തുകാർ, പല രാജ്യങ്ങൾ, പല കോണ്ടിനെൻറ്റ്സ്, ഹല്ലേലൂയ, പല സ്ഥലങ്ങളിൽ പലരും പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് എഴുതിയ 1600 വർഷങ്ങളുടെ ഗ്യാപ്പുണ്ട്. ഫ്രം ജനസിസ് ടു റെവലേഷൻ 1600 ഇയേഴ്സ് ആ പീരീഡിലാണ് ബൈബിൾ രചിക്കപ്പെട്ടത്. പക്ഷേ എല്ലാം പരസ്പരം കണക്റ്റഡ്. ദ റിയൽ ഓഥർ ഓഫ് ദിസ് ബുക്ക് ഈസ് ഹോളി സ്പിരിറ്റ് ആൻഡ് ഹി ഈസ് അലൈവ്. Hallelujah. The Holy Spirit will help you to understand the word of God. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും വചനം ഗ്രഹിക്കുവാൻ. ആമേൻ. അങ്ങനെ ഫിലിപ്പോസ് അവിടെ നിൽക്കുമ്പോഴാണ് അവിടെ സുവിശേഷം പറഞ്ഞു. ആ ഷണ്ണൻ സ്നാനപ്പെട്ടു, സുവിശേഷം പറഞ്ഞു, സ്നാനപ്പെട്ടു. With the very next moment, the Holy Spirit, ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ എടുത്തുകൊണ്ടുപോയി ദൈവാത്മാവ് തന്നെ എടുത്തു. പിന്നെ അസ്തോദിൽ കണ്ടെന്ന് എഴുതിയിരിക്കുന്നത്, ദൈവാത്മാവ് എടുത്തുകൊണ്ട് പോയി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെയും നടത്തേണ്ട സ്ഥാനത്തേക്ക് നടത്താൻ വിശ്വസ്തന, നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് എത്തിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് വിശ്വസ്തന. എത്ര പേർക്ക് അത് ഗ്രഹിപ്പാനും ഏറ്റെടുക്കാനും കഴിയുന്നുണ്ട്? ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ വിചാരിക്കും, ഇറ്റ്സ് സോ ലേറ്റ്. നോ, ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ നാളുകളിലൊക്കെ ഫിലിപ്പോസ് എങ്ങനെയായിരുന്നു? ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. ദൈവദാസന്മാർ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റി, മേശമേൽ ശുശ്രൂഷിക്കുവാനുള്ള റെസ്പോൺസിബിലിറ്റി വിശ്വസ്തയോടെ ചെയ്തപ്പോൾ ദൈവം തന്നെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. Hallelujah. God sent him to Samaria. The Spirit of the Lord guided him to the route to Gaza. Then the Spirit of the Lord had taken him. Hallelujah. And then he was seen in Ashdod. പിന്നെ കൈസരിയിലേക്ക് ദൈവം തന്നെ കൊണ്ടെത്തിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുകയാണ്. Sometimes the Spirit of the Lord will say the things which are against our plan. ഹല്ലേലൂയ. ചിലപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ പദ്ധതിക്ക് എതിരായിട്ട് പറയും. അതാ നമുക്ക് ഇഷ്ടമില്ലാത്തതും. അതുകൊണ്ടാണ് പലരും ദൈവം ഇതൊന്നും ചോദിക്കാത്തേ. സ്തോത്രം. People are not ready to ask to the Lord because we already have a plan. And if the Spirit of the Lord says something against our plan, we are not ready to accept that. നമുക്ക് നമ്മുടേതായ ചില കംഫർട്ട് സോണുകളുണ്ട്. അതിനെതിരായിട്ട് വരുന്നതൊന്നും നമുക്ക് ഇഷ്ടമല്ല. We have already created something, and if something comes against that, we don't like that. Hallelujah. Whether it is the word of God or not, even if it is the word of God, we don't like that. Hallelujah.
നമ്മൾ നമ്മുടേതായ രീതിയിൽ ചിലതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചില ചിന്താഗതികളൊക്കെ ഉണ്ട്. പ്രീ കൺസീവ്ഡ് നോഷൻസ്, പ്രീ കൺസീവ്ഡ് ഐഡിയാസ്, പ്രീ കൺസീവ്ഡ് തിങ്സ് we have, and even if the word of God comes against that, we don't accept that. Hallelujah, hallelujah. We may try to twist the word of God, but we are not ready to accept the word of God. We may try to twist the word of God to fulfill our own desires. ഹല്ലേലൂയ. അങ്ങനെ ട്വിസ്റ്റ് ചെയ്യാനല്ല, ഈ വചനത്തിൻ്റെ വള്ളിയും പുള്ളിയും മാറ്റാൻ നമുക്ക് തമ്പുരാൻ അനുവാദം തന്നിട്ടില്ല. നമുക്കിഷ്ടമില്ലാത്തത് വരുമ്പോൾ നമുക്ക് വചനമാണെങ്കിൽ പോലും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ആർ വി ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്? check. It's the time to examine. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത്, are we really led by the Spirit of God? നമുക്ക് ദൈവവചനം പോലും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ശരിക്കൊന്ന് ചിന്തിക്കുക, ഞാൻ ആത്മാവിനാണോ നടത്തപ്പെടുന്നത്, അതോ ഞാൻ എൻ്റെ ജഡത്തിലാണോ ജീവിക്കുന്നത്? അല്ലേ? നമുക്കിഷ്ടമില്ലാത്തൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമുക്ക് വേണ്ട വചനമാണെങ്കിൽ പോലും. മറ്റു കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. പക്ഷെ വചനമാണെങ്കിൽ, തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നതാണെങ്കിൽ, ദൈവവചനമാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തേ മതിയാകത്തുള്ളൂ. നിത്യത കാണണമെങ്കിൽ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവവചനത്തെ അംഗീകരിച്ചേ മതിയാകൂ. Whether it is pastor or believers or whoever, overseer or superintendent or whoever it is, it doesn't matter. Whether you are rich or poor, or whether you are educated or uneducated, it doesn't matter. Whoever it is, ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തവരാരും നിത്യതയെ അവകാശമാക്കത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പം ചിലപ്പോൾ ദൈവം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിന് എതിരായിട്ടുള്ള കാര്യം പറയും. ആസിയയിൽ വചനം പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു അപ്പോസ്തലന്മാരുടെ പ്ലാൻ. Apostle Paul and other servants of God decided to preach the word of God in Asia. In Acts chapter 16, their desire was that they were trying themselves to get ready to preach the word of God at Asia. They were trying to preach the word of God at Asia. ആസിയയിൽ വചനം പ്രസംഗിക്കാൻ വേണ്ടി റെഡി ആകുക. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ വിലക്കി. No, don't preach the word of God. Is it sin to preach the word of God? No, it's not a sin to preach the word of God. But if it is not, if it is not from the Lord, or if it is not God's will, then don't preach. കർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ പ്രസംഗിക്കണ്ട. അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പറയണം. പക്ഷെ ഒരു കാര്യം, ആത്മാവ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ആത്മാവ് പറയുന്നിടത്താണ് പോയി പ്രസംഗിക്കേണ്ടേ. ആത്മാവ് പറയുന്ന പോലെയാണ് ചെയ്യേണ്ടേ, സ്വന്തം ഇഷ്ടത്തിനല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവർ ആസിയയിൽ വചനം പ്രസംഗിക്കാൻ they are ready to preach, but the Spirit of the Lord said no. Sometimes our God says no. Sometimes He may say no. If you accept that, it will be a blessing. When the Spirit of the Lord tries to or convicts you something, just accept that. ദൈവാത്മാവ് ചിലതൊക്കെ നമ്മളെ കൺവിക്ട് ചെയ്യുമ്പോൾ accept that. Don't rebel against Him. റിബല്യസ് പീപ്പിളിന് നമുക്ക് എന്താ സംഭവിച്ചത്? പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആരൊക്കെ ദൈവത്തോട് റിബലായിട്ടുണ്ടോ അവരൊക്കെ വഴിയിൽ പട്ടുപോയിട്ടുണ്ട്. റിബല്യസ് പീപ്പിളിന് ദൈവം എതിരാണ്. വചനത്തോട് റിബല്യസ് ആയി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽ വചനത്തിന് മുൻപിൽ സമർപ്പിക്കുക, അത് അനുഗ്രഹമായി തീരും. റിബല്യസ് നേച്ചറുമായി മുമ്പോട്ട് പോയാൽ നിന്നെ ദൈവം സന്ദർശിക്കുമെന്ന്. I know that it's New Testament, but God is the God who corrects us. Hallelujah. I know we are living in a period of New Testament period. We are in a period of grace. I know that. Hallelujah. പക്ഷേ ദൈവത്തോട് റിബല്യസ് ആയിട്ട് നിൽക്കരുത്. ദൈവത്തിൻ്റെ വചനത്തോട് റിബല്യസ് ആകരുത്. Accept the word of God and surrender. Hallelujah. Amen. ഹാലേലൂയ. ദൈവം താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്ന വചനം പറയുന്നത്. ദൈവം താൻ സ്നേഹിക്കുന്ന തൻ്റെ മക്കളെ ശിക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ ശിക്ഷ കൂടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലിടയന്മാരെത്രയെന്ന് എബ്രായ ലേഖനം പറയുന്നത്. കൗലിടയൻ എന്ന് പറഞ്ഞാൽ ഇല്ലെജിറ്റിമേറ്റ് സൺ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇല്ലെജിറ്റിമേറ്റ് സൺ.
ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ദൈവം നിന്നെ ശിക്ഷിക്കും, ദൈവം നിന്നെ ശാസിക്കും. ഒരു ശിക്ഷയും കിട്ടുന്നില്ലെങ്കിൽ ബി കെയർഫുൾ. ഹല്ലേലൂയ. നമ്മുടെ പോക്ക് നിത്യതയിലേക്കാണോ? എനിക്ക് ഒരു ശിക്ഷയും ഇല്ല. ഹല്ലേലൂയ. then we have to be more careful. ഹല്ലേലൂയ. കർത്താവിൻ്റെ പദ്ധതിയിൽ നമ്മൾ ഉണ്ടോ എന്ന് തന്നെ നമ്മൾ പരിശോധിക്കണം. മടങ്ങി വരണം. റിപ്പൻ മനസാന്തരപ്പെടണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, no, don't preach in Asia. Then they tried to go to Bithynia. Bithyniaയിലേക്ക്, after they were come to Mysia, they essayed to go into Bithynia, but the Spirit suffered them not. യേശുവിൻ്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. ഹല്ലേലൂയ. ദൈവാത്മാവ് അവരെ സമ്മതിച്ചില്ല. പരിശുദ്ധാത്മാവ് സമ്മതിച്ചില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സമ്മതിച്ചില്ല. ഇതൊക്കെ ആർക്കാ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ആത്മാവിൽ നടത്തപ്പെടുന്നവർക്കാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് അവരെ വിലക്കി, ദൈവാത്മാവ് സമ്മതിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം പ്ലാൻ നമ്പർ 1, preach in Asia. ഹല്ലേലൂയ. പ്ലാൻ നമ്പർ 2, go to Bithynia. ഈ 2 പ്ലാനിനെ ദൈവം തകർത്തു. പ്ലാൻ നമ്പർ 1, preach in Asia. പ്ലാൻ നമ്പർ 2, go to Bithynia. ഈ 2 പ്ലാനിനെ ദൈവം മാറ്റി. Then God established his plan. God fulfilled his plan by giving a vision to Paul. ഹല്ലേലൂയ. ദൈവം തൻ്റെ ഹിതം പൗലോസിനെ അറിയിച്ചു. പൗലോസ് രാത്രിയിൽ കിടക്കുമ്പോൾ ഒരു സ്വപ്നം കാണുകയാ. ഒരു ദർശനം കാണുന്നു. മക്കദോന്യക്കാരനായ പുരുഷൻ പൗലോസ് ഒരു ദർശനം കാണുകയാ. നെക്സ്റ്റ് വേഴ്സ്. ഹല്ലേലൂയ. ആമേൻ. നെക്സ്റ്റ് അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കാൻ തന്നോട് അപേക്ഷിക്കുന്നു. ദർശനം കണ്ടു. Come over into Macedonia and help us. He saw a vision. Hallelujah. Come over to Macedonia. That's what the plan of God. ദൈവം പൗലോസിൻ്റെയും കൂടെയുള്ളവരുടെയും പ്ലാനുകളെ മാറ്റി, എന്നിട്ട് അവൻ ദൈവത്തിൻ്റെ പ്ലാന് കൊണ്ടുവന്നു. ഹല്ലേലൂയ. Our God's plans are perfect. ദൈവത്തിൻ്റെ പ്ലാനുകൾ പെർഫെക്റ്റ് ആണ്. For I know the plans that I have for you. It is to prosper you, not to harm you. It is to give you a future and a hope. That's what the Lord says. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ നന്മയ്ക്കാണ്. നമ്മൾ വിചാരിക്കുക എല്ലാം എനിക്കെതിരാണ്, എല്ലാം തിന്മയ്ക്കാണ്, എല്ലാം എൻ്റെ ജീവിതത്തിൽ എഗെയിൻസ്റ്റ് ആണ്, എല്ലാം ഒന്നും ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല, എല്ലാം എനിക്കെതിരാണ്. എന്നാൽ ദൈവം പറയുന്നു, പ്രിയ ദൈവ പൈതലേ, പ്രിയ സഹോദര, നിങ്ങളെ ദൈവം ആഴമായി സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ശ്രേഷ്ഠമായ പദ്ധതികളുണ്ട്. അവൻ നിങ്ങളെ ഒരു നാൾ നമ്മുടെ ദൈവം ഒരു നാൾ കൈവിടുന്ന ദൈവമല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടത്തില്ല. I will not leave you as orphan. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടത്തില്ല. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടത്തില്ല എന്ന് പറഞ്ഞ ഞാൻ എല്ലായ്പ്പോഴും നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. ആമേൻ. എൻ്റെ വലം കൈ തന്നെ നിന്നെ താങ്ങി നടത്തും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലരോട് സംസാരിക്കുന്നു. ചില വ്യക്തികളോട് ഇടപെടുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോട് സംസാരിക്കുകയാണ്. ദൈവം ചിലരോട് സംസാരിക്കുകയാണ്. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടത്തില്ല. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സംരക്ഷിക്കും. ഞാൻ നിന്നെ പരിപാലിക്കും. ഞാൻ നിന്നെ വഴി നടത്തും. എൻ്റെ വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ദൈവം തൻ്റെ പ്ലാൻ വെളിപ്പെടുത്തി. സ്തോത്രം. അടുത്ത ഭാഗത്ത് ഞാൻ ഈ അധ്യായം മുഴുവൻ പ്രസംഗിക്കാൻ വേണ്ട വന്നത്. അതിന് 14-ാമത്തെ വാക്യം വരെ പ്രസംഗിക്കാനാണ് വന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗപ്രകാരം ഞാൻ ചില കാര്യങ്ങൾ പ്രാരംഭമായി പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സമയം കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ നിർത്തുകയാണ്. അടുത്ത ഭാഗത്തിൽ താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവനെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. ദൈവം അവിടെ ചെന്നിട്ട് ഏസ്കനെ ചുറ്റി നടക്കുമാറാക്കി. ചുറ്റി നടക്കുക. ഹല്ലേലൂയ. ചില ചുറ്റലുകൾ
അത് ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തിലുള്ളതാണ്. ചില ചുറ്റലുകൾ ദൈവിക പദ്ധതിക്കകത്തുള്ളതാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ അത് ദൈവം നമ്മളെ ചിലത് പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. ചിലപ്പോൾ ദൈവത്തിന് വൻ ക്രിയകളെ വെളിപ്പെടുത്താനായിരിക്കും. ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ എരിഹോവിന് ചുറ്റി നടക്കണം. എത്ര പ്രാവശ്യം? 6 ദിവസം ഓരോ പ്രാവശ്യം, 7-ാം ദിവസം 7 പ്രാവശ്യം. അത് അവർ ദൈവത്തെ അവരനുസരിച്ച് കഴിഞ്ഞപ്പോൾ ആ ചുറ്റലുകൾ അനുഗ്രഹമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ എരിഹോ വീഴാനിടയായി. സ്തോത്രം. ചില ചുറ്റലുകൾ ദൈവം അനുവദിക്കുന്ന, ദൈവം നമ്മളെ ചിലത് പഠിപ്പിക്കുന്നതാണ്. ആമേൻ. സംടൈംസ് അല്ലേ, നമ്മളിങ്ങനെ നമുക്കറിയത്തില്ല എന്താ സംഭവിക്കുന്നത്. വി ഡു നോട്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ചിൽഡ്രൻ, വാട്ട് ഈസ് ഹാപ്പനിങ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും വാട്ട് ഈസ് ഹാപ്പനിങ്. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാനിൽ നമ്മളെ ചുറ്റി നടക്കുമാറാക്കുന്നതാ ദൈവത്തിൻ്റെ പ്ലാനാ. അതിനകത്തൂടെ ദൈവത്തിന് ചിലത് ചെയ്തെടുക്കാനുണ്ട്. പെറുപിറുക്കരുത്. ആമേൻ. ഇസ്രായേൽ ജനം ചുറ്റി നടന്നപ്പോൾ പെറുപിറുക്കരുത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. കർത്താവിൻ്റെ മഹത്വം ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. Hallelujah. ദൈവത്തിൻ്റെ മഹത്വം. How many of you believe that? I will see the glory. How many of you can say that? I'll see the glory of God. ഞാൻ കർത്താവിൻ്റെ മഹത്വം കാണും. I will see the glory of God in my life. I will see the glory of God in my life. I will see the glory of God in my family. I will see the glory of God in my children's life. Hallelujah. How many of you can say that? Amen. Hallelujah. I will see the glory of God in my church. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ വ്യക്തി ജീവിതത്തിൽ കാണും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ കുടുംബത്തിൽ കാണും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ തലമുറകളിൽ കാണും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ സഭയിൽ കാണും. I will surely see the glory of God. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. മാർത്തയോട് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. മാർത്ത നിൽക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ലാത്ത, ഒരു മനുഷ്യനെ കൊണ്ട് കഴിയാത്ത ഒരു വിഷയത്തിന് നടുവിലാണ് മാർത്ത നിൽക്കുന്നത്. എന്ന് പറഞ്ഞ സ്വന്തം സഹോദരൻ മരിച്ചുപോയി. അവൻ മരിച്ചിട്ട് 4 ദിവസമായി. നാറ്റം വെച്ചു. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഹല്ലേലൂയ. ഒരു അസാധ്യതയുടെ നടുവിൽ നിൽക്കുമ്പോൾ കർത്താവ് വന്നിട്ട് പറയുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് പകൽക്കാലം അസാധ്യതകളുടെ നടുവിൽ നിൽക്കുന്ന ദൈവ പൈതലേ, ദൈവം നിന്നോട് പറയുന്ന ആലോചന ഇതാ, നീ വിശ്വസിച്ചാൽ എൻ്റെ മഹത്വം കാണും. പരിശുദ്ധാത്മാവ് വ്യക്തമായി ചിലർ ഇടപെടുന്ന സമയമാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ. അഗൈൻ മാർത്തയോട് പറയുക, മാർത്തയെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. മാർത്തയെ നീ വിശ്വസിക്കുക, നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രിയ ദൈവ പൈതലെ, നീ വിശ്വസിക്കുക, നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേലിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സർവശക്തനായ ദൈവം ജീവിക്കുന്നു. സർവശക്തനായ ദൈവം ജീവിക്കുന്നു. സർവശക്തനായ ദൈവം ജീവിക്കുന്നു. സർവശക്തനായ ദൈവം ജീവിക്കുന്നു. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. കർത്താവ് ആമേൻ ആ കല്ലറയുടെ മുമ്പിൽ നിന്നിട്ട് ആമേൻ കൽപ്പിക്കുകയാണ്, ലാസറേ പുറത്തു വരിക. മരിച്ചു, സത്യം. 4 ദിവസമായി, സത്യം. നാറ്റം വെച്ചു, സത്യം. പക്ഷെ ജീവിപ്പിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്നുള്ളതും ഒരു സത്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റിൽ മുഴുവൻ ഇമ്പോസിബിൾ, നോട്ട് പോസിബിൾ, നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന കേൾക്കുന്ന ശബ്ദങ്ങൾ മുഴുവൻ. എന്നാൽ ദൈവം പറയുക, ഇഫ് യു ബിലീവ് യു വിൽ സീ മൈ ഗ്ലോറി. ഹല്ലേലൂയ. നീ വിശ്വസിച്ചാൽ എൻ്റെ മഹത്വം കാണും. നീ വിശ്വസിക്കുക, നീ എൻ്റെ മഹത്വം കാണും. നിന്റെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, തലമുറകളുടെ ജീവിതത്തിൽ, ദൈവത്തിന്റെ സഭയിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വെളിപ്പെടും. മഹത്വം കാണും. ചേർന്ന് പറയാം, ഞാൻ എൻ്റെ ദൈവത്തിന്റെ മഹത്വം കാണും. I will see the glory of God. ഞാൻ എൻ്റെ കർത്താവിന്റെ മഹത്വം കാണും. എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. ഞാൻ മരിക്കയില്ല, ജീവനോടിരുന്ന എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഞാൻ ജീവനോടിരുന്ന് എൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. എൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. എൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്യും. എനിക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിത്യത വരെ എന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ, ദൈവിക ദൂതകൾക്ക് മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും. വരുന്ന ആഴ്ചക്കാലം ജീവിക്കാനുള്ള കൃപയും വരുന്ന ആഴ്ചയിലെ മീറ്റിങ്ങുകളെല്ലാം അനുഗ്രഹമാകുവാനും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രിയ ബന്ധുക്കൾ പ്രാർത്ഥിക്കും.